അനുവും സുരേഷും തട്ടുകട. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് എവിടേക്കാ പോണെന്നറിയോ? നിങ്ങൾക്കറിയോ എവിടേക്കാ പോണെന്ന്? എവിടേക്കാ പോണേ? നമ്മൾ ഇന്ന് തൃശ്ശൂരിലോട്ട് പോവുകയാണ്. ബഹറിന്ന് തൃശ്ശൂർക്ക് കാർ ഓടിച്ചിട്ടാണല്ലോ പോവാ. നിങ്ങള് നാട്ടിലുള്ളവരൊക്കെ തൃശ്ശൂർ പൂരൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ? ഞാൻ എൻ്റെ കുറച്ച് ദിവസം മുന്നുള്ള ഒരു ഷോർട്ടിലിട്ട് ആ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലവും തൃശ്ശൂർ പൂരത്തിന് പോയിരുന്നു. ഞാൻ ഭയങ്കര പൂരപ്രേമിയാണ്. ഞാൻ മാത്രമല്ല, മൂപ്പരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് ഞങ്ങൾ രണ്ടാളും ഇവിടെ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ആ സങ്കടങ്ങൾക്കൊക്കെ ഇന്ന് ഒരു പരിഹാരമുണ്ട്. എന്താണ് ഇത്? ഞങ്ങളുടെ ബഹറിലെ തൃശ്ശൂർ പൂരാണ്. നിങ്ങളെ കേരളത്തിലെ തൃശ്ശൂർ പൂരം കഴിഞ്ഞില്ലേ? ഇന്ന് ഞങ്ങള് ബഹറിലുള്ള ബഹറിലുള്ള മലയാളീസിന് മാത്രമല്ല, എല്ലാവർക്കും ഉള്ള ആഘോഷമാണ്. പക്ഷെ എന്നാലും തൃശ്ശൂർ പൂരം പറയുമ്പം നമുക്കാണല്ലോ, മലയാളികൾക്കാണല്ലോ കൂടുതലൊരു ഹരം. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി എവിടെയാണ് സ്ഥലം? കമ്മീസിലുള്ള അവിടെ വെച്ചിട്ടാണ്. 3 മണിയായപ്പോൾ സംഭവം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ. വെയിലും ഭയങ്കര ചൂടാണ്. ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം തണുപ്പൊക്കെ പോയി ചൂട് തുടങ്ങി. അപ്പം അത് കാരണം അത്രയും വെയിലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കും. അപ്പം വെയിലൊക്കെ ഒന്ന് ആറിയതിനു ശേഷം ഞങ്ങളിപ്പോൾ ഇപ്പം സമയത്തിന് 5 മണിയൊക്കെ കഴിഞ്ഞില്ലേ, 6 മണി ആവാനായി. അപ്പോഴാണ് ഞങ്ങൾ പോണത്. 11 മണി വരെ പരിപാടി ഉണ്ട്. 4 മണിക്ക് പരിപാടി തുടങ്ങിയിട്ടുണ്ടാവും. 3 മണി എന്നല്ലേ എന്ന് പറഞ്ഞത്? 3 മണി എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ 4 മണിയൊക്കെ ആവും. 11 മണി വരെ പരിപാടി ഉണ്ട് അല്ലേ? വെടിക്കെട്ടുണ്ട്, ആന ഉണ്ട്, ഡിജിറ്റൽ വെടിക്കെട്ടോ അങ്ങനെ എന്തോ എഴുതിണ്ടല്ലോ പിന്നെ അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ആന ഉണ്ട്. ആന എങ്ങനെ? ആന എന്താണ്? ഫ്ലെക്സ് പോലെ അല്ലേ? ഫ്ലെക്സ് അല്ല, പ്രതിമ നമ്മളെ വലുതായിട്ട്. ആ അങ്ങനെ ആന ഉണ്ട്. ഞാൻ എവിടുന്നുണ്ട്? അയ്യോ, ഫ്ലെക്സ് ആണെന്ന് വിചാരിച്ചത്. അപ്പം ആനന്റെ പ്രതിമ ഉണ്ട്. ഇടഞ്ഞിത്തറ മേള ഉണ്ട്. പക്ഷെ നാട്ടിൽ നിന്ന് നമ്മളെ മേളക്കാരൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരിച്ച മേളക്കാരാണ്. പിന്നെ ഇവിടെ ഉള്ള കുറെ ആൾക്കാരുണ്ട് അല്ലേ? അങ്ങനെ ഇലഞ്ഞിത്തറ മേളവും എല്ലാം ഉണ്ട്. കുടമാറ്റില്ലേ? അങ്ങനെ ഇതിനെല്ലാം നോട്ടീസില് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും വേണ്ടില്ല. നാട്ടിൽ അത്രയും വലിയൊരു പൂരം, അത്രയും വലിയൊരു പൂരം നമുക്ക് മിസ്സായി. ഇങ്ങനെ ഒരെണ്ണം ചെറുത് കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്. ചെറുതായിരിക്കും എന്തായാലും നല്ല പരിപാടി പോയി നോക്കാം. അപ്പം ഇന്നത്തെ വിശേഷം അവിടെ പോണതും അവിടുത്തെ കാഴ്ചകളും അല്ലേ? ഇവിടെ ഞങ്ങളെ തൃശ്ശൂർ പൂരം എന്താന്ന് നിങ്ങൾക്കും കൂടി ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പം തൃശ്ശൂർ പൂരം എങ്ങനെയാണെന്ന് കാണാം. നിങ്ങൾ ഇതിന് മുന്നേ തൃശ്ശൂർ പൂരം ഇവിടെ ഉണ്ടായിട്ടല്ലോ ഇതിന് മുന്നേ? പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ്. കഴിഞ്ഞല്ലോ അതിന്റെ മുന്നത്തൊന്നും നാട്ടില് പോയി നല്ല അറുമതിച്ച് അടിച്ച് പൊളിച്ച്. അതിന്റെ മുന്നത്തെ പ്രാവശ്യം പോയത് ഓർമ്മ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മള് പോണത് മരണ വീട്ടിൽ നിന്ന് പോയത്. അയ്യോ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അങ്ങനെ അപ്പൊ എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പൂരത്തിന് പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലം ആ പൂരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രാവശ്യം പോകാൻ പറ്റിയ എല്ലാ പൂരത്തിനും ഉത്സവങ്ങൾക്കും ചെറിയ ചെറിയ വേലകൾക്കും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ നാട്ടിലും എൻ്റെ നാട്ടിലുള്ള എല്ലാ ഉത്സവങ്ങൾക്കും പോയതിന് പുറമെ കൊല്ലത്ത് പോയി ഞങ്ങൾ ഉത്സവങ്ങൾ കൂടി. പിന്നെ തൃശ്ശൂർ പൂരത്തിന് പോയി, നെന്മാറപ്പൂരത്തിന് പോയി, പിന്നെന്താ തൂതപ്പൂരത്തിന് പോയി. അങ്ങനെ കുറേ ഉത്സവങ്ങളും പൂരങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 വർഷം. അതിൻ്റെയൊക്കെ കുറേ നല്ല മെമ്മറീസും ഉണ്ട്. പ്രത്യേകിച്ച് നെന്മാറ പൂരത്തിന് പോയതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഭയങ്കര കോമഡി ആയിരുന്നു അതൊക്കെ.
ഇപ്രാവശ്യം ഏട്ടന് എല്ലാ ഉത്സവങ്ങളും പൂരങ്ങളൊക്കെ മിസ്സായി. പക്ഷെ ഞാൻ ഇടയ്ക്ക് നാട്ടിൽ പോയതുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 ഉത്സവങ്ങളും പിന്നെ ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ തിരുമാന്താംകുന്ന് പൂരത്തിനൊക്കെ എനിക്ക് കൂടാൻ പറ്റി. പക്ഷെ ഇപ്രാവശ്യം നാട്ടിലത്തെ തൃശ്ശൂർ പൂരം ഭയങ്കര മിസ്സിങ് ആയിരുന്നു. പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹറിൽ ഇക്കൊല്ലം തൃശ്ശൂർ പൂരം നടത്തണമെന്നുള്ള ന്യൂസ് കേട്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തായാലും നാട്ടിലത്തെ പൂരത്തിന്റെ അത്ര ഒക്കില്ലെന്ന് അറിയാം, എന്നാലും ഒട്ടും മോശമായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ നമ്മൾ അദാരി പാർക്കിൻ്റെ അവിടെ എത്തിയപ്പം അവിടുത്തെ വണ്ടികൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത്യാവശ്യം നല്ല ആളുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ആ ഒരു പൂരപ്പറമ്പിൽ നിന്ന് കുറേ ബാക്കിലായിട്ടാണ് വണ്ടി നിർത്തിയിട്ടത്. എന്നിട്ട് കുറച്ചധികം നടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ആ പൂരം നടക്കുന്ന ഗ്രൗണ്ടിലെത്തിയപ്പം ശരിക്കും ഞെട്ടിപ്പോയി. ഒരു നിമിഷം ഞാൻ ഞാൻ ഇപ്പോൾ നാട്ടിലാണോ എന്ന് ചിന്തിച്ചു പോയി. അത്രയ്ക്കും ആളുകളുണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ നാട്ടിലത്തെ ഒരു പൂരപ്പറമ്പ് പോയ വൈബാണ് കിട്ടുന്നത്. നമ്മളിത് ബഹറിനാണെന്നുള്ള കാര്യമേ മറന്നുപോകും. ഞാനും ഏട്ടനും പിന്നെ ഞങ്ങളൊരു കസിനും കൂടിയാണ് പോയത്. ബാക്കിയുള്ള ഞങ്ങളെ കസിൻസൊക്കെ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ നടന്നുകൊണ്ടിരുന്നത് 2 ദേശക്കാരാണല്ലോ, പാറമേക്കാവും തിരുവമ്പാടിയും. അതിലേതോ ഒരു ദേശക്കാരുടെ തിടമ്പെഴുന്നള്ളത്തോ അങ്ങനെ എന്തോ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ പൂരപ്പറമ്പിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ശക്തനമ്പുരാന്റെ ഒരു പ്രതിമ. പിന്നെ വലിയ സ്ക്രീൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂരപ്പറമ്പിലെ എല്ലാ മുക്കിലും മൂലയിലുള്ള വിശേഷങ്ങൾ നമുക്ക് ആ സ്ക്രീനിലൂടെയും കാണാൻ പറ്റിയിരുന്നു. ഇത് പിന്നെ മീഡിയക്കാരാണ്. ഇതും അവരെ നാട്ടിലുള്ള അതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഈ കാണുന്നതാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണമായിട്ടുള്ള ഗജവീരന്മാര്. തിരുവമ്പാടി ദേശത്തിന്റെയും പാറമേക്കാവ് ദേശത്തിന്റെയും ഗജവീരന്മാർ ഇങ്ങനെ 2 സൈഡിലായിട്ട് നെറ്റിപ്പട്ടൊക്കെ കെട്ടി നിൽക്കണ നല്ല രസമുണ്ടായിരുന്നു. ഒറിജിനൽ ആനല്ല, എന്നാലും കാണാൻ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ ആൾക്കാരെ ഭയങ്കര തിരക്കായിരുന്നു. മൈക്കിലൂടെ ഒക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഗജവീരന്മാരെ ശല്യം ചെയ്യരുത്, അവർ കോപിഷ്ടരാകുന്നൊക്കെ. ഇതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ വലിയൊരു ഫ്ലെക്സ് ആണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ കുഞ്ഞൊരു ആൽത്തറ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പൂരപ്പറമ്പിൽ എന്തായാലും ഉണ്ടാവുന്ന ആൾക്കാരാണ് പോലീസുകാർ. അതുപോലെ നാടൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന 2 പോലീസുകാർ. നാട്ടിൽ ചില ഉത്സവപ്പറമ്പിലെ പോലീസുകാരൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് റീൽസിലൊക്കെ പോകണം കണ്ടിട്ടില്ലേ, അതുപോലെ ഇവരും ട്രെൻഡിങ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറേ പേരൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂരത്തിലെ പ്രധാന ചടങ്ങായ മഠത്തിൽ വരവും പഞ്ചവാരിയൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ചേരം അത് കണ്ടു നിന്നു. ഇനി ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും ബാൻഡ് സെറ്റൊക്കെ വരാൻ കിടക്കണല്ലോ. അപ്പോൾ അതൊക്കെ ആവണതിന് മുന്നേ ആ ഒരു പൂരപ്പറമ്പിൽ കുറേ ഫുഡ് സ്റ്റോളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എങ്ങനെയുണ്ട് നോക്കാമെന്ന് കരുതിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടു. അവിടെ ചെന്നപ്പോൾ അവിടെ അതിനേക്കാളും ഭയങ്കര തിരക്ക്. ചായ, ജ്യൂസുകൾ, നാടൻ ചായ പലഹാരങ്ങൾ, ഉപ്പിലിട്ടത്, ബോളി പായസം, കപ്പ, അതുപോലെയുള്ള നാടൻ ഫുഡ് ഐറ്റംസ്. ഇതൊന്നും പോരാത്തതിന് പാനിപൂരി, ഐസ്ക്രീം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയിട്ട് ചായ വാങ്ങിച്ചത്. ആ ഒരു ചായ കുടിച്ചതോട് കൂടിയിട്ട് ഇനി ഇവിടുന്ന് ഫുഡ് വേറെ ഒന്നും വാങ്ങണ്ടെന്ന് തോന്നിപ്പോയി. കാരണം എനിക്ക് ആ ചായ ഒട്ടും എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും ചായ ഇഷ്ടപ്പെട്ടില്ല. ഒരു വാട്ടച്ചായ ചോയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ ഫുഡൊന്നും വാങ്ങാൻ നിന്നില്ല. എനിക്ക് പായസവും ബോളിയും കഴിക്കണം എന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വെച്ചാൽ അത് പോയി ചോദിച്ചപ്പോൾ അത് തീർന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതോടുകൂടി ഫുഡ് അടിക്കാന്നുള്ള പൂതിയാടെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും പൂരക്കാഴ്ചകൾ ആസ്വദിക്കാൻ തീരുമാനിച്ചു. അപ്പത്തിന് അവിടെ നാടൻ കലാരൂപങ്ങളും വേഷങ്ങളും പൂക്കാവടിയും ബാൻഡ് സെറ്റ് എല്ലാം മറ്റേ നമ്മുടെ നാസിക് ഡോളില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നാസിക് ഡോള്. അതൊക്കെ കൂടെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വരവ് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വരവ് പോയി കണ്ടു. നാസിക് ഡോളിൻ്റെ മേളം കേട്ടിട്ട് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കസിനാണെങ്കിൽ ഓന ഇടയിൽ പോയിട്ട് അതിൻ്റെ ഇടയിൽ പോലെ ഒന്നും തുള്ളല്ലേ. എനിക്കാണെങ്കിൽ അതിനെ പറ്റി കമ്പനിക്കുള്ള ഒരാളുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ നിന്നോടത്ത് നിന്നിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് തുള്ളി. അങ്ങനെ അതിഗംഭീരമായ കാഴ്ചകളോട് കൂടിയ വരവിന് ശേഷം പിന്നെ എല്ലാവരും കാത്തിരുന്ന അതുകൊണ്ട് തന്നെ പ്രധാന ചടങ്ങായിട്ടുള്ള ഇലഞ്ഞിത്തറമേളവും കുടമാറ്റം തുടങ്ങി. അതോടുകൂടി പൂർണ്ണമായിട്ടും ഞങ്ങൾ കണ്ടത്. 100-ൽ പരം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന ഇലഞ്ഞിത്തറമേളവും 200-ൽ പരം വർണ്ണക്കുടകൾ മാനത്ത് മഴവില് തീർക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാരുടെ കുടമാറ്റവും കൂടി ആയപ്പോൾ കാണികളിൽ അത് എന്തെന്നില്ലാത്തൊരു ആവേശം ഉയർത്തി. പ്രായഭേദമന്യേ പിന്നെ എല്ലാവരോടും അർമാദിക്കായിരുന്നു.
എൻ്റെ കെട്ടിയോനും കസിൻസും കെട്ടിയോൻ്റെ ഫ്രണ്ട്സും അവരെല്ലാവരും ടീമായിട്ട് അടിച്ച് പൊളിച്ച് തുള്ളി കളിച്ച് അർമാദിക്കുകയാണ്. ഞാൻ പാവം ഒരു സൈഡിൽ മാറി നിന്ന് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എനിക്കിതുപോലെ തുള്ളിച്ചാടി കളിക്കാൻ ഒരു കമ്പനിക്ക് ഒരാളുണ്ടായിരുന്നില്ല. എന്നാലും ഇടയ്ക്കും തലയ്ക്ക് ഇവരെ കൂടെ തന്നെ ഞാനും കുറച്ച് തുള്ളിച്ചാടി കളിക്കുകയൊക്കെ ചെയ്തിക്കണു. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും കുടമാറ്റം രതീഷ് വിളിക്കുന്നത് തെയ്യം ഒപ്പം നരസിംഹം. ഇലഞ്ഞിത്തറമേളത്തിനോടൊപ്പം തകൃതിയായിട്ട് കുടമാറ്റം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 8:45 തുടങ്ങിയതാണ് ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും. 10:30 ആയപ്പോഴും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 10:30 ആയപ്പോഴത്തേന് തിരിച്ചു പോയിരുന്നു കേട്ടോ. കാരണം ഇനി ആകെ ഡിജിറ്റൽ വെടിക്കെട്ട് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് സ്ക്രീനിൽ ഇങ്ങനെ വെടിക്കെട്ട് ഇങ്ങനെ കാണിക്കുക, പിന്നെ അതിൻ്റെ കൂടെ സൗണ്ട് വിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കാണാൻ വേണ്ടി നിന്നില്ല. കാരണം അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് പോരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കരമായിട്ട് എല്ലാവരും തിരിച്ചു പോരുന്ന സമയമാകുമ്പം ഭയങ്കരമായിട്ട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ മേളം അവസാനിക്കാറായപ്പോഴത്തേനും അവിടെ നിന്ന് പോരുന്നു. പോണ വഴിക്ക് ബലൂണും കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കണതുണ്ട്, പക്ഷെ വാങ്ങിച്ചില്ല കേട്ടോ. മേളത്തിന്റെ ആവശ്യത്തിനൊപ്പം മതിമറന്ന് അറുമാദിച്ച ആൾക്കാർക്ക് തിരിച്ചു പോകുമ്പോൾ നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാല് വേദനിച്ചിട്ട് വണ്ടിയുടെ അവിടെ വരെ ഞൊണ്ടിയാട്ടോ നടന്നു പോയത്. എന്തായാലും ഇവിടെ പൂരത്തിന് വന്ന എല്ലാവരും നാട്ടിലൊരു പൂരം കൂടിയ അതേ മനസ്സംതൃപ്തിയോടെയും സന്തോഷത്തോടെ ആയിരിക്കും മടങ്ങി പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ പൂരമൊക്കെ ആകുമ്പം ചെറുതായിട്ടെങ്കിലും ഒരു പൂരത്തല്ലൊക്കെ ഉണ്ടാവില്ലേ. തിരിച്ചു പോരുന്ന വഴിക്ക് അതും കണ്ടു. പൂരപ്പറമ്പിന് ഉള്ളിലായിരുന്നില്ല, പുറത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ. ആ ഒരു പൂരത്തല്ലും കൂടെ ആയപ്പം എല്ലാം ശുഭം. പൂരം കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ റീഫല്യമനിക്കാണ് പോയത്. മൂന്നാൾക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാളും തുള്ളി കളിച്ച് എനർജിയൊക്കെ വേസ്റ്റായി ആകെ തളർന്നൊരു പതിവായതുകൊണ്ട് കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കാൻ നേരിട്ട് അങ്ങോട്ട് പോയത്. അവിടെ പോയി 3 മധുബൂത് ഓർഡർ ചെയ്തു. വിശന്ന് തളർന്ന് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്ത് നല്ല ചൂട് മധുബൂതും അതിൻ്റെ കൂടെ നല്ല ചൂട് മട്ട സൂപ്പൊക്കെ കുടിച്ചപ്പം ആഹാ, എന്തെന്നില്ലാത്തൊരു സന്തോഷം. അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന് മുന്നേ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ അടിപൊളിയാണ്, പക്ഷെ അവിടുത്തെ കസ്റ്റമർ സർവീസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ ഓരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഓർമ്മിപ്പിക്കണം, അവരത് മറന്നു പോകും. അങ്ങനെ ചെറിയ ചില കുഴപ്പങ്ങളുണ്ട് അവിടെ. അങ്ങനെ നല്ല കുശാലായിട്ടുള്ള ഫുഡ് ഡേ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരെ നമ്മൾ പോയിട്ട് കസിൻ്റെ റൂമിലും ആക്കി. എന്നിട്ട് നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോയിരുന്നു. റൂമിലെത്തിയപ്പോഴത്തേനും ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം കിടന്നുറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളും ഇപ്പോൾ നമ്മുടെ ബഹറിലെ തൃശ്ശൂർ പൂരം കണ്ടില്ലേ, നിങ്ങൾക്ക് പൂരം ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.